28-ൽ പരം ഔഷധച്ചെടികൾ അരച്ചെടുത്ത നീരിൽ പച്ചരി തിളപ്പിച്ച് തേങ്ങാപ്പാലും ജീരകവും ഉപ്പും ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നുകഞ്ഞിയുടെ മാതൃസ്പർശം അറിയാത്ത മലയാളികളുണ്ടാകില്ല. കർക്കിടക മാസത്തിൽ ദേഹരക്ഷയ്ക്കായി തയ്യാറാക്കി ഉപയോഗിക്കുന്നതിനാലാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ചിലയിടങ്ങളിൽ ഉലുവാക്കഞ്ഞിയും മറ്റ് ചിലയിടങ്ങളിൽ കുറുന്തോട്ടിവേര്, ജീരകം, പഴുത്ത പ്ലാവില ഞെട്ട് ഇവ ആട്ടിൻപാൽ ചേർത്ത് തിളപ്പിച്ച് ഞവര അരിയിൽ കഞ്ഞി വയ്ക്കുന്ന രീതിയുമുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യം നിലനിർത്തുകയുമാണ് ഈ ഗ്രഹ ഔഷധ സേവയുടെ ഉദ്ദേശം. കുറുന്തോട്ടി വേര്, കരിങ്കുറിഞ്ഞി, അരിയാറ്, ജീരകം, ഉലുവ, അയമോദകം, ആശാളി, പുത്തരിച്ചുണ്ടവേര്, ചുക്ക് എന്നിവയാണ് ഇതിലെ പ്രധാന ഇനങ്ങൾ. തഴുതാമ, കൈതോന്നി, മുയൽച്ചെവിയൻ, മുക്കൂറ്റി, തിരുതാളി, വിഷ്ണുകാന്തി തുടങ്ങിയ ദശപുഷ്പങ്ങളും ഇതോടൊപ്പം ചേർക്കാറുണ്ട്. ഞവരയരി, നെല്ലുകുത്തരി, ഉണക്കലരി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കഞ്ഞിക്കായി ഉപയോഗിക്കാം. മുക്കൂറ്റി, കീഴാർനെല്ലി, ചെറുള, തഴുതാമ, മുയൽച്ചെവിയൻ, ബലിക്കറുക, ചെറുകടലാടി, പൂവാംകുറുനില, കുറുന്തോട്ടിവേര് ഇവയെല്ലാം പറിച്ച് നന്നായി കഴുകി ചതയ്ക്കുക. ഉലുവ, ആശാളി, കക്കുംകായ പരിപ്പ്, ചെറുപയർ ഇവ പൊടിച്ച് ചേർക്കുക. മരുന്നുകളെല്ലാം കൂടി ചതച്ച് നന്നായി കിഴികെട്ടി അരിയിലിട്ട് കഞ്ഞി വയ്ക്കാം. രുചി കൂട്ടാൻ ജീരകവും ചുവന്നുള്ളിയും നെയ്യിൽ ചേർത്ത് വറുത്ത് ചേർക്കാം. തേങ്ങാപ്പീര ഇടാം. ആവശ്യമെങ്കിൽ ഇന്ദുപ്പ്, കല്ലുപ്പ് ഇവയിലൊന്നും ചേർക്കാം. സ്വാദിനായി ശർക്കര, ഏലക്ക, ഗ്രാമ്പു എന്നിവയും ചേർക്കാറുണ്ട്. ഈ കഞ്ഞി ചുരുങ്ങിയത് 7 ദിവസം കഴിക്കണം. കർക്കിടകം മുഴുവൻ കഴിക്കാനായാൽ അത്രയും നല്ലത്. കരൾ വീക്കത്തിനും ഹൃദയ തകരാറുകൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് ശ്രേഷ്ഠമായ പ്രതിവിധിയാണ്. വാതസംബന്ധമായ അസുഖം, ധാതുക്ഷയം, ത്വക്ക് രോഗങ്ങൾ എന്നിവയും ശമിക്കുന്നു.